ഇന്നത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ വന്ധ്യത കണ്ടുവരുന്നത് 90s കിഡ്സ് ആയിട്ടുള്ള പുരുഷന്മാരിലും അതുപോലെ 2K കിഡ്സ് ആയിട്ടുള്ള സ്ത്രീകളിലുമാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു വേർതിരിവ് വരുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ ഓഫീസ് ജോലികൾ അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ള ജോലികൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് നമ്മൾ 90s കിഡ്സ് ആണ്. ഇങ്ങനെ നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് വളരെ ഇറുകിയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വൃഷ്ണസഞ്ചിയിലേക്കുള്ള രക്തയോട്ടം കുറയും. ഈ രക്തയോട്ടം കുറയുന്നതിനനുസരിച്ച് വൃഷ്ണസഞ്ചിയുടെ ടെമ്പറേച്ചർ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനോടോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആവും. ഇങ്ങനെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബീജോത്പാദനം നടക്കാതിരിക്കുകയും അതുമൂലം വന്ധ്യതയ്ക്ക് സാധ്യതയുമുണ്ട്. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ മുൻ തലമുറയെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡിനോട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു തലമുറ എന്ന് പറയുന്നത് 90s കിഡ്സ് ആണ്. ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ, കൊഴുപ്പടങ്ങിയ കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ബീജോത്പാദനത്തിന് കാര്യമായിട്ട് ബാധിക്കും. പുകവലിയുടെ ഉപയോഗം വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് 90s കിഡ്സിലാണ്. ഈ നിക്കോട്ടിൻ നമ്മുടെ പുരുഷന്മാരുടെ ബീജോത്പാദനത്തെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു രാസവസ്തുവാണ്. പുകവലിക്കുന്നവരിൽ ഈ നിക്കോട്ടിൻ ക്രമാതീതമായിട്ട് അടിഞ്ഞുകൂടുകയും അതും നിങ്ങളുടെ ബീജോത്പാദനത്തെ ബാധിക്കുകയും ചെയ്യും.